നിരാശപ്പെട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ദൂത് ഇങ്ങനെയാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവായ ക്രിസ്തു അനുകൂലമായി നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നിന്റെ അവസ്ഥയോർത്ത്, നിന്റെ സാഹചര്യം ഓർത്ത്, നിന്റെ ചുറ്റുവട്ടം ഓർത്ത് നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് കണ്ണുനീരിൽ തുടരുന്നു? കുഞ്ഞെ, ദൈവം നിനക്ക് അനുകൂലമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഇതര മീഡിയയിലൂടെയും ഒക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാൻ പോകുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുകയാണ്. യുഎഇയിലായിരിക്കുന്ന അതുല്യ സിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുടുംബത്തെ ഓർത്ത് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഫേവർ ഈ വർഷം ഉടനീളം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യുഎഇയുടെ ദേശത്ത് ഞങ്ങളുടെ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ. ഈ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ജോലി മേഖലയിൽ പുരോഗതി ഉണ്ടാകട്ടെ. കുടുംബമായിട്ട് അങ്ങ് മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ജീവന്റെ പുതുക്കവും എല്ലാം ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കണ്ണുനീരിന്റെ അനുഭവങ്ങളോ ഈ കുടുംബത്തെ തൊടുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ നാമം ചൊല്ലി ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തെ ബ്ലസ് ചെയ്യാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് യുഎഇയിലായിരിക്കുന്ന അതുല്യ സിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ഭവനത്തെ ദൈവം നടത്തണമേ. ദൈവത്തിന്റെ ഫേവർ ഈ വർഷം ഉടനീളം ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യുഎഇയുടെ ദേശത്ത് ഞങ്ങളുടെ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഈ ഭവനങ്ങളിൽ നടക്കട്ടെ. ജോലി മേഖലയിൽ പുരോഗതി ഉണ്ടാകട്ടെ. കുടുംബമായിട്ട് അങ്ങ് ഈ ഭവനത്തെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ജീവന്റെ പുതുക്കുമെല്ലാം ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കണ്ണുനീരിന്റെ അനുഭവങ്ങളോ ഈ വർഷങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഒരു പ്രതികൂലം തൊടുവാൻ അങ്ങ് അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ ഈ കുടുംബത്തെ ആശീർവദിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യുഎഇയുടെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ പുതുവർഷ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിലായിരിക്കാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പുതുതാക്കി തീർക്കുന്നവൻ. ആ വിഷയത്തെ ആസ്പദമാക്കി പുതുവർഷത്തിൽ നിങ്ങളിലേക്ക് കൈമാറാനുള്ള ദൂത് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ കൈമാറട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ നോക്കുക. Therefore, if any man be in Christ, he is a new creature. All things are passed away. Behold, all things are become new. നമ്മുടെ ദൈവം ആരാണ്? അവൻ പുതുക്കി പണിയുന്നവനാണ്. നമ്മുടെ ദൈവം ആരാണെന്നറിയണ്ടേ? പഴയത് മാറ്റിയിട്ട് പുതുതായി സൃഷ്ടിക്കുന്നവനാണ്. സകലതും പുതുതാക്കി തീർക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് മാത്രമേ പുതുതായി സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കി എടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ ശൂന്യമായി
അല്ലെങ്കിൽ പാഴായി കിടക്കുന്ന പ്രതലത്തെ നോക്കി പുതിയ ഒന്നിനെ വിളിച്ചു വരുത്താൻ കഴിയത്തുള്ളൂ. ഇനി ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള സൃഷ്ടിപരമായ പ്രവർത്തികൾ തികച്ചും സൗജന്യമാണെന്നറിയുക. അവൻ സൃഷ്ടാവ ആണെന്നുള്ള കാരണത്താൽ ദൈവത്തെ സത്യദൈവമായി വേർതിരിച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 37:16 നോക്കുക. ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വ രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അപ്പോൾ തന്നെ യെശയ്യാവ് 40:12 നോക്കുക. തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആര്? ഇനി യെശയ്യാ പ്രവചനം 54:5. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഇനി സങ്കീർത്തനം 96:5 നോക്കുക. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ യിരെമ്യാവ് 10:11 ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് പുതിയ വർഷത്തിൽ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്ക് ഈ പുതിയ വർഷത്തിൽ വളരെയേറെ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. കഴിഞ്ഞ വർഷം ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് ഇരിക്കുകയാണോ നിങ്ങൾ? ഭാരപ്പെടേണ്ട. ഇന്ന് ഈ നാളുകളിൽ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. എങ്ങനെ? അത്യുന്നതനായ ദൈവം നിമിത്തമായിട്ട്, യേശു ക്രിസ്തു നിമിത്തമായിട്ട്. യിരെമ്യാവ് 29:11 നോക്കുക. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഉറപ്പായും പറയുന്നു, ഈ പുതിയ വർഷം നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ പ്രവചനാത്മാവിൽ ദൂത് കൈമാറുകയാണ്. സകലതും നന്മയ്ക്കായി തീരുമെന്ന് അറിയുക. യെശയ്യാവ് 43:18-19 വരെ 19-ാമത്തെ വാക്യം ഞാൻ ആരംഭത്തിൽ തന്നെ വായിക്കാൻ പോകുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇനി 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, വിലാപങ്ങൾ 3:22 നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് യഹോവയുടെ ദയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. 23-ാം വാക്യം, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ഈ പുതിയ വർഷത്തിൽ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ഒരു ആലോചന കൂടി അറിയിക്കട്ടെ. സദൃശ്യം 3:5-6 വരെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാൻ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 6-ാമത്തെ വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ശ്രദ്ധിച്ചാട്ടെ, ദൈവം എപ്പോഴും ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യുവാൻ കടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആവർത്തന പുസ്തകം 28-ാം അധ്യായം വളരെ ശ്രദ്ധയോടുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. തൻ്റെ ജനമായ ഇസ്രായേൽ തന്നോട് അനുസരണമുള്ളവരായിരുന്നതിനാൽ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും അവർക്ക് നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ദൈവം എപ്പോഴാണ് അവർക്ക് വാഗ്ദാനം കൊടുത്തത്? ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ പാതയിൽ അവർ സഞ്ചരിക്കുമെന്നുള്ള ആ കാഴ്ചപ്പാടിൽ ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. അവയിൽ ഭൂരിഭാഗവും ഭൗതികമായ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഭൗതിക സമ്പത്തും സമൃദ്ധിയും ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമായി കണ്ടിരുന്നു. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ ഭൂരിഭാഗവും നിത്യമായതും ആത്മീയമായതുമാണെന്നറിയുക. അതാണ് എഫേസ്യ ലേഖനം 1:3 രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആത്മീയ അനുഗ്രഹങ്ങൾ തീർച്ചയായും ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ പ്രാധാന്യം ഏറിയവയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15 തൊട്ട് 19 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം ഇങ്ങനെയാണ്: ജനത്തിനു മേൽ ശാപം കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ശാപം എപ്പോഴും മനുഷ്യന്റെ അനുസരണക്കേടിന്റെ അനന്തര ഫലമാണ്. അതുപോലെ തന്നെ അനുസരണം പുലർത്തിയാൽ തരുമെന്ന് പറഞ്ഞ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. നിങ്ങൾ ദൈവത്തിന്റെ വഴിയിലായിത്തീരുന്ന സമയത്ത്, ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സകല അനുഗ്രഹങ്ങളും ഈ 2025 വന്നു ചേരുമെന്നറിയുക. ന്യായപ്രമാണങ്ങളും അതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങളും ദൈവം മോശയിലൂടെ നൽകി. അതായത് മോശ നൽകിയ ഉപദേശങ്ങളെ മറന്ന് കഴിയുന്നത് അവർ ദൈവത്തെ മറക്കുന്നതിന് തുല്യം ആയിരുന്നു. 2025 ദൈവിക ആലോചനകളെ, ദൈവിക പദ്ധതികളെ മറന്ന് കളയുന്നവരായിട്ടല്ല, അതിന് അങ്ങേയറ്റം വില കൊടുത്ത് മുന്നേറുകയാണ് വേണ്ടത്. ഇന്ന് ഈ സന്ദേശം വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജനത്തോട് അറിയിക്കട്ടെ. 2025 ദൈവിക ആലോചനകളെ, ദൈവിക പദ്ധതികളെ മറന്നു കളയാതെ അതിനെ അങ്ങേയറ്റം വില കൊടുത്ത് മുന്നേറുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും മാറിപ്പോകാത്ത വേദപുസ്തകം നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് വേദപുസ്തകം നിനക്ക് ഉറപ്പ് നൽകി തന്നിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് എല്ലാവരും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളിൽ ആരും തന്നെ കുറഞ്ഞു പോകാതെ ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ അനുകൂലത അങ്ങേയറ്റം അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള വാശിയോടുകൂടെയാണ് ഇന്ന് വളരെ പ്രാർത്ഥിച്ച് പുതിയ വർഷത്തിൽ നിങ്ങളിലേക്ക് ദൂതുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെയൊക്കെയാണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതെന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നിന്റെ കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലിയുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടുമെന്ന് വേദപുസ്തകം നമുക്ക് ഉറപ്പ് നൽകി തന്നിരിക്കുകയാണ്. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. എന്ന് വച്ചാൽ നീ പട്ടിണി കിടന്ന് ചാകേണ്ടി വരത്തില്ല. എന്തുകൊണ്ടെന്നാൽ നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടുമെന്ന് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിലൂടെ ആലോചനയായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന നേരത്ത് നിന്റെ ജീവൻ അപകടത്തിൽ ആകത്തില്ല. കഴിഞ്ഞ വർഷം എത്ര അപകടങ്ങൾ നമ്മൾ കണ്ടു. കുടുംബമായിട്ട് യാത്ര ചെയ്തവര്, ഒരു കുടുംബത്തിലുള്ള
മുഴുവനും പേര് ഒന്നടങ്കം അപകടത്തിൽപ്പെട്ട് മരണത്തിൽപ്പെടുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, ഏറ്റവും സുരക്ഷിതമെന്ന് നാം കരുതിയിരുന്ന ആകാശയാത്രകളിൽ പോലും നൂറുകണക്കിന് ജനങ്ങളാണ് പൊടുന്നനെ പ്രതീക്ഷയോടെ യാത്ര ചെയ്തവരാണ് വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്ത നമ്മളെല്ലാം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ദക്ഷിണ കൊറിയയിൽ നടന്ന വലിയ ഫ്ലൈറ്റ് ആക്സിഡന്റിൽ നൂറുകണക്കിന് ആൾക്കാരാണ് വെന്തു മരിക്കുവാനായിട്ടിടയായി തീർന്നത്. നോക്കൂ, എത്ര പ്രതീക്ഷയോടെ യാത്ര ചെയ്തവർ, റോഡിലൂടെ യാത്ര ചെയ്തവർ, എത്ര പ്രതീക്ഷയോടെ യാത്ര ചെയ്തവരാണ് പൊലിഞ്ഞു പോയത്. എത്ര പ്രതീക്ഷയോടെ യാത്ര ചെയ്തവര്, മുൻപോട്ട് കാലുകൾ എടുത്തു വച്ചവര്, അടുത്ത മണിക്കൂറുകൾ കാണാൻ കഴിയാതെ ഈ ലോകം വിട്ട് യാത്ര പോയപ്പോൾ, ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ വേദപുസ്തകം ഉറപ്പു തരികയാണ്, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. യാത്ര ചെയ്യുന്ന നേരത്ത് നിന്റെ ജീവൻ അപകടത്തിലാക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനെതിരെ പോരാടുന്ന സകല പ്രതികൂലത്തെയും കർത്താവ് ഇല്ലാതാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ സംരക്ഷണം നീ ഈ വർഷം മുഴുവനും നീ അനുഭവിച്ചറിയും. ദൈവത്തിന്റെ സംരക്ഷണം നീ കാണും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ അത്യുന്നതനായ ദൈവം നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഇസ്രായേലിന്റെ ദൈവം എന്റെയും നിന്റെയും ദൈവമാണ്. നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകര് വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ബ്രദറെ, ഞങ്ങൾ എന്തിനിറങ്ങി പുറപ്പെട്ടാലും അതൊന്നും ശുഭമായിട്ട് അവസാനിക്കുന്നില്ല. ഞങ്ങൾ തൊടുന്നതെല്ലാം പരാജയമാണ്. ഞങ്ങൾക്കൊരു വിജയം കാണാനേ കഴിയുന്നില്ല. എവിടെ പോയാലും ഞങ്ങൾക്ക് പരാജയവും കഷ്ടവും നഷ്ടവുമാണ്. അങ്ങനെ ഉള്ള ചിന്തയോടുകൂടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കളപ്പുരയും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹമുണ്ടാകും. എന്ന് വച്ചാൽ നീ എന്തിനെല്ലാം ഇറങ്ങി പുറപ്പെടുന്നുവോ അതെല്ലാം നിനക്ക് അനുഗ്രഹമായി തീരും. കഴിഞ്ഞ വർഷം നിനക്ക് ഏതെല്ലാം വിഷയമായിട്ട് ബന്ധപ്പെട്ട് തടസ്സമുണ്ടായോ അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ പോകുകയാണ്. കൂടാതെ നിന്റെ ദൈവം നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കുമെന്നറിയുക. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നിമിത്തമായി നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് കണ്ട് മനസ്സിലാക്കി, നീ സേവിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് കണ്ട് മനസ്സിലാക്കി, നീ സേവിക്കുന്ന ദൈവം വിശാല തരുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി, നീ സേവിക്കുന്ന ദൈവം അങ്ങേയറ്റം മാനിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി, നിന്നെ കാണുന്നവരെ ജാതികള് നിന്നെ കണ്ട് ഭയപ്പെടും. നിന്റെ നിലത്തിലെ ഫലത്തിന് നിനക്ക് സമൃദ്ധി നൽകും. നീ പുരയിടത്ത് നടന്ന വിളവ് നിനക്ക് അനുഗ്രഹമായി തീരും. നിലത്തിലെ ഫലത്തിന് നിനക്ക് സമൃദ്ധി, പ്രോസ്പെരിറ്റി ഉണ്ടാകും. തീർന്നില്ല, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാൻ, നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. ഇന്ന് കഴിഞ്ഞ കാലഘട്ടത്തെ പോലെ മഴയ്ക്ക് ഒരു സീസൺ, വെയിലിനൊരു സീസൺ, അതെല്ലാം കാലാവസ്ഥയെല്ലാം മാറിയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ ലഭിക്കും, നിന്റെ വേലയൊക്കെയും അനുഗ്രഹമായി മാറും. യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. സഹോദരീ സഹോദരന്മാരെ, നിനക്ക് വേണ്ടതെല്ലാം സ്വർഗസ്ഥനായ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെ സ്ഥലം പോരാതെ വണ്ണം മാനിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്നറിയുക. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ വായ്പ ആരോടൊക്കെ പലരുടെയും നിന്നുമൊക്കെ മേടിച്ച് വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുത്ത് തീർത്തത്, നിങ്ങളുടെ വീട്ടിലെ ചെലവുകൾ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെല്ലാം കടം മേടിച്ച് വായ്പ മേടിച്ച് നടത്തി കൊടുത്തിരുന്നെങ്കിൽ 2025 പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കത്തക്ക നിലയിൽ
നിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോകുകയാണ്. എന്നാൽ വാഗ്ദത്തമുള്ള നീ വായ്പ വാങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കടത്തിന് പുറത്ത് കടം മേടിച്ച് വസ്തുവും വീടും പോലും ജപ്തി നടപടിയിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പല കുടുംബങ്ങളും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ 2025 വളരെ പ്രതീക്ഷയോടെ പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ ഇടപെടുക. നിന്റെ ആ വസ്തുവും പുരയിടവും നിനക്ക് നഷ്ടമായി പോകത്തില്ല. നീ അധ്വാനിച്ചത് നിന്റെ കരങ്ങളിലിരിക്കും. നീ അധ്വാനിച്ചത് ചോർത്തിക്കളയാൻ എൻ്റെ ദൈവം ദുഷ്ടനെ അനുവദിക്കത്തില്ല. നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി സമ്പാദിച്ചു വച്ചത്, നിന്റെ കയ്യിലെ സാമ്പത്തിക നന്മ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി കൊടുത്ത് അത് നിനക്ക് വിഷമം ഉണ്ടാക്കത്തില്ല. ദൈവത്തിന്റെ ശക്തമായ ദൂതുകളാണ് ഈ പുതിയ വർഷം നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നീ കർത്താവുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ, നീ അത്യുന്നതനുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ, നീ ഇസ്രായേലിന്റെ ദൈവമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നീ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിനക്ക് എല്ലാം, നീ തൊടുന്നതെല്ലാം അനുഗ്രഹമായി മാറും. കഴിഞ്ഞ കാലങ്ങളിൽ നീ ശാപത്തിന്റെ കീഴിൽ നീ വലിയ പ്രതികൂല സാഹചര്യത്തിലായിരുന്നു. എന്നാൽ ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോട് ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, നീ വായ്പ വാങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അവിടുന്ന് മാനിക്കും. നീ അനേകർക്ക് വായ്പ കൊടുക്കത്തക്ക നിലയിൽ നിന്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം ഒരു വിശാലത നൽകിത്തരുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പുതിയ വർഷം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും, പുതിയ വർഷം സമൃദ്ധിയുടെയും, പുതിയ വർഷം ഉയർച്ചയുടെയും, പുതിയ വർഷം നന്മയുടെയും, പുതിയ വർഷം അഭിവൃദ്ധിയുടെയും പ്രോസ്പിരിറ്റിയുടെയും, പുതിയ വർഷം വർധനവിൻ്റെയും, പുതിയ വർഷം ക്ഷേമത്തിൻ്റെയും, പുതിയ വർഷം പുരോഗതിയുടെയും, പുതിയ വർഷം വിജയത്തിൻ്റെയും, പുതിയ വർഷം ആശ്വാസത്തിൻ്റെയും, പുതിയ വർഷം സമാധാനത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ. പുതിയ വർഷം ദൈവിക ഫേവറിൻ്റെയും, പുതിയ വർഷം ദൈവിക സംരക്ഷണത്തിൻ്റെയും, പുതിയ വർഷം ദൈവിക പരിപാലനത്തിൻ്റെയും, പുതിയ വർഷം എല്ലാ നിലയിലുമുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പുതിയ വർഷത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബങ്ങളിൽ പോലും ഒരൊറ്റ വ്യക്തികൾ ജീവിതം പോലും ഇല്ലാതെ പോകാൻ അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും 2025 അവസാനത്തിൽ ജയകരമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാനായിട്ട് ഇടയായിത്തീരണം. എൻ്റെ ദൈവം ഫേവറുള്ള ദൈവമാണ്. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ശക്തമായിട്ട് ആലോചനകൾ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത് അത് കരുണയുടെ കരമാണ്. ആ കരുണയുടെ കരം നിങ്ങളെ പിടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. മനസ്സിലുള്ള ദൈവം, കരുണ കാണിക്കുന്നവൻ, നമ്മുടെ ഭാരങ്ങൾ വേദനകൾ കണ്ട് ചിരിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ഭാരങ്ങളും വേദനകളും കാണുമ്പോൾ സാരമില്ല മകനെ മകളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ആ വലിയ കരം അനേക കുടുംബങ്ങളിൽ ഇന്ന് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. മഞ്ഞു പൊഴിയുന്നത് പോലെ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കരം എനിക്ക് അനേക കുടുംബങ്ങളെ കാണാൻ കഴിയുന്നു. എനിക്ക് അനേക വ്യക്തിത്വങ്ങളെ കാണാൻ കഴിയുന്നു. ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം അനേക കുടുംബങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് വളരെ ശക്തമായിട്ട് കാണാൻ കഴിയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഒരു അത്ഭുത സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. എനിക്ക് 2 തലമുറകളെ ദൈവം ദാനമായി നൽകി. മൂത്ത മകന് ബിടെക് കഴിഞ്ഞു, മകൾ LLB ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 2 തലമുറകൾക്കും വേണ്ടി ഒരുപാട് തവണ ഞാൻ ബിജു ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോകപ്രകാരം നോക്കിയാൽ 2 പേർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ വിഷമമായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ച ബ്രദർ 2പേരുടെയും വിഷയങ്ങളിൽ ആലോചന പറഞ്ഞിട്ടുണ്ട്. അന്നേരമൊന്നും എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, 2024 തീരുന്നതിന് മുമ്പേ ബ്രദർ ദൈവിക ആലോചന പറഞ്ഞതുപോലെ സംഭവിക്കുകയുണ്ടായി. എൻ്റെ മകന് ശമ്പളം കുറവാണെങ്കിലും ഒരു ജോലി കിട്ടി. എൻ്റെ മകളുടെ 2 സെമ്മിൻ്റെ എക്സാമിനേഷന് ദൈവം പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിച്ചു. ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ആലോചന നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് കൊല്ലത്ത് നിന്നാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, സ്തോത്രം. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യവും നന്മകളും ഈ 2025 ഞങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബത്തിൽ പോലും പ്രയാസങ്ങൾ ഉണ്ടാകരുത്, ഒരു കുടുംബത്തിൽ പോലും കണ്ണുനീരിന് അനുഭവം ഉണ്ടാകരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബങ്ങളിൽ പോലും ദുരിതങ്ങൾ വിട്ടുമാറാതെ തുടർന്നു പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അനേക കുടുംബങ്ങളിൽ നിന്ന് ശാപകാരണങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നഷ്ടത്തിൻ്റെ കണക്കുകളല്ലപ്പാ, വർധനവിൻ്റെ കണക്കുകൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് അനേക കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും എല്ലാ കുടുംബങ്ങളിലും വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ തുടരുന്ന അനേക ഭവനങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, കണ്ണുനീരിൻ്റെ അനുഭവത്തെ മാറ്റി പ്രതീക്ഷയുടെ അനുഭവത്തെ നൽകി കൊടുക്കണമേ. നഷ്ടത്തിൻ്റെ കണക്കുകളിൽ വർധനവിൻ്റെ കണക്കുകൾ നിരത്താൻ എല്ലാ കുടുംബങ്ങളിലും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും സമാധാനം, എല്ലാ കുടുംബങ്ങളിലും സന്തോഷം, എല്ലാ കുടുംബങ്ങളിലും പ്രോസ്പെരിറ്റി, എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യം, എല്ലാ കുടുംബങ്ങളിലും സകല നന്മകളും വാഴട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം അനുഗ്രഹമായി തീരട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ദൈവം നിങ്ങളെ സമൃദ്ധിയിലേക്ക്, പ്രോസ്പെരിറ്റിയിലേക്ക് നടത്തട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.